Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ വാർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ലൂയിഗി പിരാൻഡല്ലോ രചിച്ച ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. The story is set in Italy during the First World War. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഇറ്റലിയിലാണ് ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. എ കപ്പിൾ ബോർഡ്സ് എ ട്രെയിൻ ഡീപ്ലി അപ്സെറ്റ് ബിക്കോസ് their only son is leaving for the front in just 3 days. അപ്പോൾ ഒരു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്. ട്രെയിനിൽ കുറച്ച് യാത്രക്കാരുണ്ട്. അവരുടെ അടുത്തേക്ക് ഒരു കപ്പിൾ, ഒരു ഹസ്ബൻഡും വൈഫും വരികയാണ്. അവരിങ്ങനെ വളരെ ഡീപ്ലി അപ്സെറ്റാണ്, വളരെ വിഷമിച്ചിട്ട് കരയുന്ന പോലെയൊക്കെ ആയിട്ടാണ് അവർ ഈ ട്രെയിനിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മകൻ ഈ യുദ്ധമുന്നണിയിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സാഹചര്യം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ ഈ സൈന്യത്തിൽ നിർബന്ധമായിട്ട് ചേരണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ താല്പര്യമുള്ള ആളുകൾക്ക് സൈന്യത്തിൽ ചേരും എന്നുള്ളതല്ല. അന്ന് വലിയൊരു യുദ്ധം നടക്കുന്ന കാരണം കൊണ്ട് ഈ ഓരോ രാജ്യത്തെയും പൗരന്മാർ നിർബന്ധമായിട്ടും സൈന്യത്തിൽ ചേരണം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് കാരണം കൊണ്ട് ഇവരുടെ മകൻ ഈ സൈന്യത്തിൽ ചേർന്നിട്ട് യുദ്ധമുന്നണിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് ഈ കപ്പിൾസ് ഉള്ളത്. ദ ഹസ്ബൻഡ് എക്സ്പ്ലെയിൻസ് ടു അതർ പാസഞ്ചേഴ്സ് വൈ ദ വൈഫ് ഈസ് സോ സാഡ്. അപ്പോൾ ഈ വൈഫ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആ ട്രെയിനിലുള്ള മറ്റ് യാത്രക്കാരോട് എന്തുകൊണ്ടാണ് അവർ വിഷമിക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മകൻ ഈ യുദ്ധത്തിൽ ചേരാൻ പോകുന്നത് കൊണ്ടാണ് അവർ വിഷമിച്ചിരിക്കുന്നത്. ദ പാസഞ്ചേഴ്സ് റിവീൽ ദേ ഹാവ് സൺസ് ആൻഡ് നെഫ്യൂസ് ഓൾറെഡി ഫൈറ്റിംഗ്, സം ഈവൻ വൂണ്ടഡ് ആൻഡ് ഡെഡ്. അപ്പോൾ ആ സമയത്ത് യാത്രക്കാർ പറയുന്നത് ഞങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്ത്രീ വളരെ അമിതമായിട്ട് തന്നെ വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റ് യാത്രക്കാർ പറയുന്നത് ഞങ്ങളും അതുപോലെ തന്നെയാണുള്ളത്, ഞങ്ങളുടെ മക്കളും അതുപോലെ തന്നെ ഞങ്ങളുടെ നെഫ്യൂസ്, ഞങ്ങളുടെ ബന്ധുക്കളും ഇതുപോലെ യുദ്ധത്തിൽ ചേരുകയും അതിൽ ചില ആളുകൾ അവരുടെ അനുഭവം പറയുന്നുണ്ട്, പരിക്കേറ്റ് തിരിച്ചു വന്നവരുണ്ട്, മരണപ്പെട്ട ആളുകളുണ്ട്. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ എന്നുള്ള കാര്യമാണ് ഈ ട്രെയിനിലെ മറ്റ് യാത്രക്കാർ പറയുന്നത്. A heated discussion ensues about parental love and sacrifice for one's country. അങ്ങനെ ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഓക്കെ, പക്ഷെ ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു കുട്ടിയാണ്, ഒരു കുട്ടി ഈ യുദ്ധത്തിന് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ വിഷമം എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് പാരൻസ് പറയുന്നുണ്ട് 2 മക്കളുണ്ട് എന്ന് കരുതിയിട്ട് എന്താണ് അവരുടെ അടുത്ത് സ്നേഹം പകുത്തു വയ്ക്കാൻ പറ്റുമോ, 2 കുട്ടിയിൽ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം കുറവുണ്ടാവുമോ എന്നുള്ള രീതിയിൽ ഈ പാരൻസിൻ്റെ സ്നേഹത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഉള്ള ഈ രാജ്യസ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ ഇവർ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. എ സ്ട്രോങ് വിൽഡ് മാൻ ഡിസ്പൈറ്റ് ഹിസ് ഗ്രീഫ് ക്ലെയിംസ് ഫാദർ ഷുഡ് ബി ഹാപ്പി ദെയർ സൺസ് ഡൈ ഹീറോയിക്കലി ഫോർ ദ കൺട്രി. അങ്ങനെ ഈ ചർച്ച തുടരുന്ന സമയത്താണ് മറ്റൊരു യാത്രക്കാരൻ, അയാളും ഇതുപോലെ തൻ്റെ മകനെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പിതാവാണ്. അയാൾ പറയുന്നത് നമ്മൾ ഈ പാരൻസ് ഇങ്ങനെ വിഷമിക്കുകയല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ മക്കൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചിട്ടുള്ളത്, അവർ വീരമൃത്യു വരിച്ചിട്ടുള്ള ആളുകളാണെന്നുള്ള കാരണം കൊണ്ട് നമ്മൾ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരാൾ പറയുന്നു. ദ ഗ്രീവിംഗ് വൈഫ് ഇനീഷ്യലി സീക്കിംഗ് കംഫർട്ട് ഫീൽസ് ആലിയനേറ്റഡ് ബൈ എവരി വൺ സീമിങ് അക്സെപ്റ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ട്രെയിനിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന കപ്പിൾസിലെ ആ വൈഫ്, അവരാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ രാജ്യത്തിന് വേണ്ടി മരിച്ചിട്ട് സന്തോഷിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു. കാരണം അവർ മാത്രമാണ് ഇങ്ങനെ വിഷമിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്, ബാക്കി എല്ലാവരും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. ദ മാൻസ് പാഷനറ്റ് സ്പീച്ച് അബൌട്ട് ഹിസ് സൺസ് ഹീറോയിക് ഡെത്ത് സീംസ് ടു ഇൻസ്പയർ ഹെർ. അങ്ങനെ ഇയാളുടെ സംസാരം തുടരുകയാണ്. നമ്മളും ഇതുപോലെ ചെറുപ്പകാലത്ത് നമുക്കും 10-20 വയസ്സാണെങ്കിൽ നമ്മളും എന്താണ് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ട് നമ്മൾ സൈന്യത്തിൽ ചേരുകയാണ് ചെയ്യുക, നമ്മൾ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നത് സന്തോഷിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പ്രായമായിട്ട് നമ്മൾ പാരൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, നമ്മൾ മക്കളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ സംസാരം തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ ഒരു സ്ത്രീ ഉൾപ്പെടെ എല്ലാവരും അയാൾ പറയുന്ന അഭിപ്രായം ശരിയാണെന്ന രീതിയിൽ അതിലൊരു ആശ്വാസം കണ്ടെത്തി തുടങ്ങുകയാണ്. ഹൗവർ, ഇൻ എ ഷോക്കിംഗ് ട്വിസ്റ്റ്, ഷീ ആസ്ക്സ് ഇഫ് ഹിസ് സൺ ഈസ് ട്രൂലി ഡെഡ്.
പക്ഷേ ഈ കഥയുടെ അവസാനത്തെ ഒരു ട്വിസ്റ്റ് കടന്നു വരുന്നത്, എല്ലാവരും ഇതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചതിൽ, അവരുടെ മക്കളുടെ മരണത്തിൽ അവർ ആശ്വാസം കണ്ടെത്തുന്ന ഒരു അവസരത്തിൽ ഈ സ്ത്രീ ചോദിക്കുന്നത്, ശരിക്കും നിങ്ങളുടെ മകൻ മരിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ്. The man stares at her, the gravity of his son's death finally dawning on him. He breaks down in uncontrollable sobs. അപ്പോൾ ഇത്ര നേരം മക്കൾ രാജ്യത്തിന് വേണ്ടി മരിച്ചതിൽ നമ്മൾ സന്തോഷിക്കണം, ആശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആള്, ഈ സ്ത്രീയുടെ ഈ ഒരു ചോദ്യം, ശരിക്കും നിങ്ങളുടെ മകൻ മരിച്ചു എന്നുള്ള ചോദ്യം കേൾക്കുന്ന സമയത്ത്, അപ്പോഴാണ് അയാൾക്ക് തൻ്റെ മകൻ ശരിക്കും മരിച്ചു പോയിരിക്കുന്നെന്നും ഇനി ഒരിക്കലും മകനെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത അയാൾ ഉണ്ടാവുന്നത്. ആ സമയത്ത് ഇത്ര നേരം നമ്മൾ സന്തോഷിക്കണം, ആശ്വസിക്കണം എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ നിർത്താൻ പറ്റാതെ കരയുന്നതായിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈ യുദ്ധം എങ്ങനെയാണ് ആളുകളിൽ നഷ്ടമുണ്ടാക്കുന്നത്, കുടുംബങ്ങളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് ദ വുമൺ എൻറ്ററിങ് ദ കാരേജ് അപ്സെറ്റ്? ഇനി ഈ ട്രെയിനിലേക്ക് കടന്നു വന്നിരുന്ന ആ സ്ത്രീ എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടായിരുന്നത്? ദ വുമൺ വാസ് എൻറ്ററിങ് ദ കാരേജ് upset because her only son was leaving for the war in just 3 days. അവർക്ക് ആകെയുള്ള മകൻ 3 ദിവസത്തിന് ശേഷം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും എന്നുള്ള കാരണം കൊണ്ടാണ്, മകനെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിഷമിച്ചിരുന്നത്. വിച്ച് വാർ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി റെഫറിങ് ടു? ഇനി ഏത് യുദ്ധത്തെ കുറിച്ചിട്ടാണ് ഈ കഥയിൽ പറയുന്നത്? ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി വാർ ഈസ് റെഫറിങ് ടു ദ ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധത്തെ കുറിച്ചിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. വെൻ ആൻഡ് വേർ ഡു ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി മീറ്റ്? ഇനി ഈ കഥയിലെ കഥാപാത്രങ്ങൾ എപ്പോൾ എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്? ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി മീറ്റ് ഓൺ എ ട്രെയിൻ ഇൻ ഇറ്റലി ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഇറ്റലിയിലെ ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഈ കഥാപാത്രങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. വിച്ച് ക്യാരക്ടർ ആർഗ്യൂസ് ദാറ്റ് parents should be comforted by a son's heroic death in combat? What is his reasoning? ഇനി ഏത് ക്യാരക്ടറാണ് ഇങ്ങനെ മക്കൾ വീരമൃത്യു വരിക്കുന്നതിൽ നമ്മൾ ആശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്? The character who argues that parents should be comforted by a son's heroic death in combat is a fat, red-faced, strong-willed man. ഒരു ഫാറ്റ്, ഒരു തടിച്ച റെഡ് ഫേസ് എന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു റെഡ് ചായയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സ്ട്രോങ് വിൽഡ് മാൻ എന്താണ്? ഒരു നിശ്ചയദാർഢ്യമുള്ള, ഇതുപോലെ മകന്റെ മരണവാർത്തയൊക്കെ ഇങ്ങനെ സമചിത്തതയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത്. ഹിസ് റീസണിങ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ യങ് മെൻ ടു ഗോ ടു വാർ ആൻഡ് ദാറ്റ് പാരൻസ് ഷുഡ് ബി പ്രൗഡ് ഓഫ് ദെയർ സാക്രിഫൈസ്. അപ്പോൾ അയാൾ പറയുന്നത്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇതുപോലെ രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ യുദ്ധത്തിന് പോവുകയും അവർ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുക. നമ്മളും ആ പ്രായത്തിൽ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യമാണ് അയാൾ പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗത്തിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്ന് അയാൾ പറയുന്നത്. വാട്ട് ഡസ് എ വുമൺ മീൻ വെൻ ഷീ ആസ്ക്സ് ദി ഓൾഡ് മാൻ ഇഫ് ഹിസ് സൺ റിയലി ഡൈഡ്? ഇനി ഈ കഥയുടെ അവസാനത്തിൽ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? When the woman asks the old man if his son really died, it exposes a struggle to accept the reality of death despite being inspired his bravado. അപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ്, മക്കൾ ഇങ്ങനെ വീരമൃത്യു വരിച്ചതിൽ നമ്മൾ അഭിമാനിക്കണം, സന്തോഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അവൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഒരു മകൻ മരിച്ചതിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയുമെന്ന് അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത്, ശരിക്കും നിങ്ങളുടെ മകൻ മരിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ക്വസ്റ്റ്യൻ ഡിഡ് ദ വുമൺ ആസ്ക് ദി ഓൾഡ് മാൻ ഇൻ ദി എൻഡ്? ഹൗ ഡിഡ് ഹി റിയാക്ട്? ഈ കഥയുടെ അവസാനത്തിൽ ആ സ്ത്രീ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ആ ചോദ്യത്തോട് ആ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദ വുമൺ ആസ്ക്ഡ് ദി ഓൾഡ് മാൻ ഇഫ് ഹിസ് സൺ റിയലി ഡൈഡ്. ആ സ്ത്രീ ചോദിക്കുന്നത്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാൻ കഴിയുന്നത് നമ്മൾ അവസാനത്തെ ഷോർട്ട് ക്വസ്റ്റ്യനിൽ കണ്ടു, എന്താണ്
ആ സ്ത്രീ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പോൾ ആ ഷോർട്ട് ക്വസ്റ്റിൻ്റെ ആൻസറും കൂടി നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചെന്നുള്ള രീതിയിൽ. അങ്ങനെ എഴുതിയതിനു ശേഷം പിന്നെ നമുക്ക് അയാളുടെ റിയാക്ഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ദി ഓൾഡ് മാൻ റിയാക്റ്റഡ് ബൈ സ്റ്റെയറിംഗ് അറ്റ് ഹെർ ആസ് ഇഫ് റിയലൈസിംഗ് ദ ഗ്രാവിറ്റി ഓഫ് ഹിസ് സൺസ് ഡെത്ത് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ ബ്രോക്ക് ഡൗൺ ഇൻ അൺകൺട്രോളബിൾ സോബ്സ്. അവളെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ആണ് അയാൾ പ്രതികരിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ട് ആ സമയത്താണ് അയാൾക്ക് മനസ്സിലാവുന്നത് തൻ്റെ മകൻ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം എത്ര വലിയൊരു കാര്യമാണെന്നുള്ളത്. അതായത് ഇനി മകനെ ഒരിക്കലും കാണാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള ആ മരണത്തിന്റെ യാഥാർത്ഥ്യം അപ്പോൾ മാത്രമാണ് അയാൾ തിരിച്ചറിയുന്നത് എന്നുള്ള രീതിയിലാണ് അയാൾ പ്രതികരിക്കുന്നത്. അയാൾ ഇങ്ങനെ നിർത്താൻ കഴിയാതെ കരയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Parental love is not like bread that can be broken into pieces and split amongst the children in equal shares. കമന്റ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ ഒരു പാരന്റ് പറയുന്നതാണ് ഈ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ബ്രെഡ് പോലെ ഇങ്ങനെ മുറിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The statement implies that parental love is indivisible and cannot be shared among children like bread. അപ്പോൾ ഈ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ല. ഓരോ മാതാപിതാവിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സ്നേഹം തന്നെയാണ് ഓരോ കുട്ടികൾക്കും ലഭിക്കുന്നത്, അതല്ലാതെ പങ്കുവെച്ച് കൊടുക്കുന്നതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ട്രെയിനിലേക്ക് കടന്നു വന്ന കപ്പിൾസ് പറയുന്നുണ്ട് അവർക്ക് ആകെയുള്ളത് ഒരു മകനാണ്, അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ വിഷമം എന്നുള്ളത്. അപ്പോഴാണ് ഈ 2 മക്കളുള്ള ഒരു പാരന്റ് പറയുന്നത് എനിക്ക് 2 മക്കളുണ്ട് എന്ന് കരുതിയിട്ട് അതിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് വിഷമം ഉണ്ടാവും എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ മക്കളുടെ മേലുള്ള വിഷമവും അതുപോലെ മക്കളോടുള്ള സ്നേഹവും ഇങ്ങനെ പങ്കുവയ്ക്കുന്ന ഒന്നല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഈച്ച് ചൈൽഡ് റിസീവ്സ് ദ ഫുൾ മെഷർ ഓഫ് എ പാരന്റ്സ് ലവ് യുണീക്ക് ആൻഡ് അൺഡിവൈഡഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളുടെ സ്നേഹം പൂർണ്ണമായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്, അതല്ലാതെ പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെയല്ല എന്നാണ് പറയുന്നത്. ദി അനാലജി ഹൈലൈറ്റ്സ് ദ ഡെപ്ത് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് പാരന്റ് ലവ്. അപ്പോൾ ഈ ഒരു പ്രയോഗത്തിലൂടെ എന്താണ് മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പൂർണ്ണമായിട്ടും ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ളതും അതുപോലെ അതിൻ്റെ ഒരു യുണീക്ക് ക്യാരക്ടറും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ കഥയിലെ സാഹചര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. അതിൽ പറയുന്നത് ഒരു മകൻ മാത്രമുള്ള ആൾക്ക് കൂടുതൽ വിഷമവും 2 മക്കളുള്ള ഒരാളിൽ നിന്ന് ഒരു മകൻ മരിക്കുമ്പോൾ കുറച്ച് വിഷമവും എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. പാരൻസിന്റെ സ്നേഹം അങ്ങനെയല്ല എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി? വാർ. അപ്പോൾ ഈ കഥയുടെ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ഇതിലെ തീം എന്നുള്ളത്. ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി വാർ ഈസ് ദി ഇമ്പാക്ട് ഓഫ് വാർ ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഓരോ വ്യക്തികളിലും അതുപോലെ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ കഥയുടെ തീമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് തീംസ് ഓഫ് സാക്രിഫൈസ്, ലോസ്, ഗ്രീഫ് ആൻഡ് ദ കോംപ്ലക്സ് ഇമോഷൻസ് സറൗണ്ടിങ് വാർ ടൈം എക്സ്പീരിയൻസസ്. അപ്പോൾ യുദ്ധസമയത്ത് ഉണ്ടാവുന്ന സങ്കീർണമായിട്ടുള്ള ഈ വികാരങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, രാജ്യത്തിന് വേണ്ടി പോരാടുക, രാജ്യസ്നേഹം, രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ള വികാരം ഒരു വശത്തുണ്ട്. എന്നാൽ മറുവശത്ത് കുടുംബത്തോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമം തുടങ്ങിയിട്ടുള്ള കാര്യവും അവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. The story also examines the nature of patriotism and the different ways people cope with the realities of war. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രാജ്യസ്നേഹം എന്നുള്ള കൺസെപ്റ്റും ഈ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഓരോരുത്തരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. ചിലർ രാജ്യത്തിന് വേണ്ടിയാണ് മക്കൾ മരിച്ചതിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചിലർക്ക് എന്തിന്റെ പേരിലാണെങ്കിൽ തന്നെയും മക്കൾ മരിച്ചതിൽ അവർക്ക് ഒരിക്കലും ആശ്വാസം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. ആ രീതിയിൽ ഓരോരുത്തർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പൊതുവിൽ ഈ യുദ്ധം ആളുകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവുമാണ് ഈ കഥയുടെ തീമായിട്ട് നമ്മൾ കാണുന്നത്. വാട്ട് ഡസ് ദ കോ പാസഞ്ചർ സേ അബൌട്ട് ദ പറ്റേണൽ ലവ് ആൻഡ് ഡ്യൂട്ടി? പിതാവിന്റെ സ്നേഹത്തെ കുറിച്ചിട്ടും അതുപോലെ ഈ ഡ്യൂട്ടി എന്നുള്ള സങ്കല്പത്തെ കുറിച്ചിട്ടും എന്താണ് ഈ പാസഞ്ചർ പറയുന്നത്? ദ കോ പാസഞ്ചർ ആർഗ്യൂസ് ദാറ്റ് പാരന്റൽ ലവ് extends beyond the individual children to encompass the greater good, including the needs of the country. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഈ കുട്ടികളോടുള്ള സ്നേഹത്തിനേക്കാളും ഉപരിയായിട്ടാണ് ഈ രാജ്യത്തിനോടുള്ള സ്നേഹം വരുന്നത്. അതുപോലെ രാജ്യത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. He suggests that parents should not be overly attached to one child, but should consider the broader implications of war.
അപ്പോൾ അവർ തങ്ങളുടെ മക്കൾ എന്നുള്ള രീതിയിൽ ഒരു ചുരുങ്ങിക്കൂടുന്ന ഒരു ചിന്താഗതിയുള്ളവരാവരുത്. ഈ കാലഘട്ടത്തിന്റെ ഒരു സാഹചര്യവും ഈ യുദ്ധത്തിന്റെ ഒരു അവസ്ഥയും രാജ്യം കടന്നു പോകുന്ന ഒരു സാഹചര്യവുമെല്ലാം ആളുകൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് അയാൾ പറയുന്നത്. The co-passenger implies that sacrificing one's child for the country is a noble act that should bring pride, not sorrow. അപ്പൊ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന് വേണ്ടി തന്റെ മകൻ മരിക്കുന്ന സമയത്ത് അത് ദുഃഖമല്ല, അഭിമാനമാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് അയാൾ പറയുന്നത്. Why, according to the Stoic traveler, should everyone laugh? അപ്പോൾ ഈ സ്റ്റോയിക് ട്രാവലർ, അതായത് കാര്യങ്ങളെ ഇങ്ങനെ സമചിത്തതയോട് കൂടിയിട്ട് കാണാൻ കഴിയുന്ന ഒരാളാണ് ഇങ്ങനെ മക്കള് മരിച്ചതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതായത് രാജ്യത്തിന് വേണ്ടി അവര് മരിച്ചു, ത്യാഗം ചെയ്തു എന്നുള്ളതിൽ നമ്മൾ ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അയാൾ ഇതിങ്ങനെ പറയാൻ കാരണം? The Stoic traveler believes that everyone should laugh because death in combat is a heroic and honorable end. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധത്തിൽ മരിക്കുക, രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് ഒരു വീരപ്രവൃത്തിയാണ്, ഒരു ഹീറോയിക്കും അതുപോലെ തന്നെ ഓണറബിൾ, അത് ബഹുമാനാർഹവുമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. He suggests that dying for one's country should be a source of pride and joy as it represents the highest form of sacrifice and duty. അപ്പൊ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമാണ്, ഒരുപക്ഷെ ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗമാണത്, അതിൽ അഭിമാനമാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. The traveler sees no reason for mourning as the ultimate sacrifice is a fulfillment of duty and a noble end. പിന്നെ അദ്ദേഹം പറയുന്നത് അതിൽ നമ്മൾ വിലപിക്കേണ്ട കാര്യമില്ല, കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സാക്രിഫൈസ് ആണ്. മറ്റൊന്ന് പറയുന്നത് അവർ വളരെ ചെറുപ്പത്തിലാണ് മരിച്ചിട്ടുള്ളത്, ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ചിട്ടും ജീവിതത്തിന്റെ ദുഃഖങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന ഒരു പ്രായത്തിലേക്ക് അവർ കടക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർ ഇത്തരം ഒരു ത്യാഗവും വീരമൃത്യുവും വരിക്കുന്നത് നമ്മൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് പിരാൻഡെല്ലോ present the concept of patriotism in the story War? ഈ കഥയിൽ പാട്രിയോട്ടിസം അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നുള്ളൊരു കൺസെപ്റ്റിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? പിരാൻഡെല്ലോ പ്രസൻസ് പാട്രിയോട്ടിസം ആസ് എ കോംപ്ലക്സ് ആൻഡ് മൾട്ടിഫേസറ്റഡ് കൺസെപ്റ്റ്. ഒരു സങ്കീർണമായിട്ടുള്ള പല വശങ്ങളുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ഇതിനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. To the characters' discussions, he explores different perspectives on patriotism, including sacrifice, duty, and the broader implications of war. ഈ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ നേരത്തെ കണ്ട പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലും അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസിലും ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് ഇതൊരു ത്യാഗമാണ്, ഇത് എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവിടെ പാട്രിയോട്ടിസത്തെ കുറിച്ചിട്ട് ഈ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. The story suggests that patriotism can be a source of pride and comfort for some characters. അപ്പൊ കഥയിൽ നമ്മൾ കാണുന്നത് ഈ മക്കൾ മരിച്ച ദുഃഖത്തിൽ നിന്ന് കുറച്ചു പേരെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തുന്നത് ഈ രാജ്യസ്നേഹത്തിൽ നിന്നാണ്. കാരണം രാജ്യത്തിന് വേണ്ടിയാണല്ലോ അവർ മരിച്ചത് എന്നുള്ളതാണ് അവർക്ക് ആശ്വസിക്കാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. While for others it raises questions about the nature of sacrifice and the value of human life. എന്നാൽ മറ്റ് ചില കഥാപാത്രങ്ങൾക്ക് അതുകൊണ്ടും ഒന്നും ആശ്വസിക്കാൻ കഴിയില്ല. കാരണം രാജ്യത്തിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് അവർക്ക് വരുന്നത് തന്റെ മക്കൾ തന്നെയാണ്. ആ രീതിയിൽ ഒരു കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആശയമായിട്ടാണ് ഇവിടെ രാജ്യസ്നേഹത്തെ ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ വുമൺ ആൻഡ് ദ സ്റ്റോയിക് ട്രാവലർ. ഇവിടെ ഏറ്റവും അധികം ദുഃഖിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീയും അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ സ്റ്റോയിക് ട്രാവലർ ഇങ്ങനെ മക്കളുടെ മരണത്തിൽ നമ്മൾ വിഷമിക്കുകയല്ല അഭിമാനിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. The woman is deeply emotional and struggles to accept the reality of her son's potential death, seeking comfort and understanding from others. അപ്പോൾ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ളത് അവരുടെ മകൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, കാരണം അവരുടെ മകൻ യുദ്ധത്തിൽ ചേരാൻ പോവുകയാണ്. അതിലാണ് അവർക്ക് ഇത്രയധികം വിഷമമുള്ളത്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ഏറെക്കുറെ യുദ്ധത്തിൽ ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയും തിരിച്ചു വരില്ല എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ മകൻ യുദ്ധത്തിന് പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ തന്നെ അവർ ഇത്രയധികം വിഷമിക്കുകയും, എന്നാൽ ആ ഒരു വിഷമം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലാണ് അവൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നത്. In contrast,
The Stoic traveler is rational and detached, viewing death in combat as a natural and honorable end. എന്നാൽ ഈ സ്റ്റോയിക് ട്രാവലർ ആണെങ്കിൽ അയാൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുക എന്ന് പറയുന്നത് അഭിമാനാർഹമായിട്ടൊരു കാര്യമാണ് എന്ന രീതിയിലാണ് അയാൾ കാണുന്നത്. He believes that mourning is unnecessary as dying for one's country is the highest form of duty and sacrifice. അപ്പോൾ അയാൾ പറയുന്നത് ഇതിൽ വിലപിക്കുകയല്ല വേണ്ടത്, കാരണം രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ത്യാഗം എന്നുള്ളതും അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നാണ് അയാൾ പറയുന്നത്. The contrast between these characters highlights different ways of coping with grief and loss as well as different perspectives on the values of life and death. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ആ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ വാല്യൂ ഓഫ് ലൈഫ്, ജീവിതത്തെ എങ്ങനെയാണ് ഓരോരുത്തരും നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യവുമാണ് നമുക്ക് ഈ രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.